ക്ലാസ് 10 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 മാനവികത. നവോത്ഥാനം എന്നത് എന്താണ്? 14-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടായ നവീന മാറ്റങ്ങളുടെ കാലഘട്ടമാണ് നവോത്ഥാനം. ഇത് മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാനവികത എന്നാൽ എന്താണ്? ആൻസർ: മനുഷ്യനെയും യുക്തിചിന്തയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും മുൻനിർത്തിയ നവോത്ഥാന കാല ചിന്താഗതിയാണ് മാനവികത. തേർഡ് ക്വസ്റ്റ്യൻ, നവോത്ഥാനം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലിയിൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എഴുതുക. ആൻസർ: മനുഷ്യ കേന്ദ്രീകൃത ചിന്ത, യുക്തിചിന്ത, വ്യക്തി സ്വാതന്ത്ര്യം, ശാസ്ത്രീയ മനോഭാവം, കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയുടെ വളർച്ച, മതേതര മൂല്യങ്ങളുടെ വളർച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റലി നവോത്ഥാനത്തിൻ്റെ കേന്ദ്രമായത് എന്തുകൊണ്ട്? ആൻസർ: സമ്പന്നമായ നഗരങ്ങൾ, വ്യാപാരത്തിൻ്റെ വളർച്ച, ഗ്രീക്ക് റോമൻ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം, സമ്പന്ന വ്യാപാരികളുടെ കലാ സാഹിത്യം പ്രോത്സാഹനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജോഹന്നസ് ഗുട്ടൻബർഗ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്കോളാസ്റ്റിസം എന്താണ്? ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിരുന്ന മധ്യകാല തത്വചിന്തയാണ് സ്കോളാസ്റ്റിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനവികത നവോത്ഥാനത്തിന് എങ്ങനെ വഴിയൊരുക്കി? മനുഷ്യനെയും ഇഹലോക ജീവിതത്തെയും കേന്ദ്രമാക്കി, യുക്തിചിന്തയും അന്വേഷണ മനോഭാവവും വളർത്തി, മത ആധിപത്യത്തെ വിമർശിക്കാൻ പ്രേരിപ്പിച്ചു, കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയുടെ വളർച്ച പ്രചോദനമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാന വ്യക്തികളും അവരുടെ സംഭാവനകളും. ക്ലാസ് 10 സാമൂഹ്യശാസ്ത്രം, അധ്യായം 1 ഭൂമിശാസ്ത്രം, പാഠഭാഗം ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിനാന്തരിക സ്ഥിതിയും കാലാവസ്ഥയും വെതർ എന്നത് എന്താണ്? ഒരു നിശ്ചിത സ്ഥലത്ത് ഹാസ്യ കാലയളവിൽ അനുഭവപ്പെടുന്ന താപനില, മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം തുടങ്ങിയ അന്തരീക്ഷ ഘടകങ്ങളുടെ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിരത. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥ. ക്ലൈമറ്റ് എന്നത് എന്താണ്? ഒരു പ്രദേശത്ത് ദീർഘകാലമായി സാധാരണ 30 വർഷമോ അതിലധികമോ അനുഭവപ്പെടുന്ന ശരാശരി അന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ. തേർഡ് ക്വസ്റ്റ്യൻ, ദിനാന്തരിക സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അതിൻ്റെ ആൻസർ: ദിനാന്തരിക സ്ഥിതി ഹാസ്യകാലത്തെ അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥ ദീർഘകാലത്തെ ശരാശരി അന്തരീക്ഷാവസ്ഥ. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏവ? അക്ഷാംശം, ഉയരം, സമുദ്ര സമീപം, ഭൂപ്രകൃതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദിനാന്തരിക സ്ഥിതികളുടെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? താപനില, അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ആർദ്രത, വർഷണം. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ, ദിനാന്തരിക പ്രവചനം എന്തുകൊണ്ട് പ്രാധാന്യമാണ്? ആൻസർ: കൃഷിക്ക്, മത്സ്യബന്ധനത്തിന്, വിമാനം, കപ്പൽ ഗതാഗതത്തിന്, ദുരന്ത നിവാരണത്തിന്, ദൈനംദിന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഔദ്യോഗിക കാലാവസ്ഥാ നിരീക്ഷണ സ്ഥാപനം ഏതാണ്? ആൻസർ: ഇന്ത്യയിലെ കാലാവസ്ഥാ വകുപ്പ് IMD. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? തെർമോമീറ്റർ, ബാരോമീറ്റർ, അനിമിയോമീറ്റർ, വിൻഡ് വെയിൽ, ഹൈഗ്രോമീറ്റർ. 9, ആർദ്രത, ഹ്യൂമിഡിറ്റി എന്താണ്? ആൻസർ: വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവ് ആർദ്രത. റെയിൻ ഗേജിൻ്റെ ഉപയോഗം എന്താണ്? വർഷണത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്നു.